ഹലോ റംദാൻ സ്പെഷ്യൽ സീരീസ് ഫുഡ് ഐറ്റംസ് വീഡിയോയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ പോലെ തന്നെ ഇറച്ചി ചട്ടിപ്പോളയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി സംസാരിച്ച് സമയം കളയുന്നില്ല. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ്റെ പീസസ് ഒന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി എന്തായാലും ഇടുന്നുണ്ട്, ഒരു സ്പൈസി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മാരിനേഷനൊക്കെ ചെയ്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് ബോയിൽ ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ബോൺലെസ് ചിക്കൻ എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ, അപ്പോൾ നമുക്ക് ഇത് ഇടയിൽ വെച്ച് സ്റ്റഫ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എല്ലൊന്നും ഇല്ലാതിരിക്കണം. അതുകൊണ്ടാണ് ബോൺലെസ് എടുക്കാൻ പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു കടായിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ചിക്കൻ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത്. കുറച്ച് ബോൺലെസ് ചിക്കൻ്റെ പീസസ് ഉള്ളെങ്കിലും പക്ഷെ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബോയിലായി കിട്ടും. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് പിച്ചെടുക്കത്തില്ലേ, എന്താ പറയുക, ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ പെപ്പറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ബോയിൽ ചെയ്ത് ഈ കാണുന്ന പോലെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇത് മസ്റ്റാണ്. നമ്മുടെ ഈ ഒരു ഐറ്റത്തിൽ ഇതില്ലാതെ അങ്ങോട്ട് സെറ്റ് ആവില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാലാണ് കേട്ടോ. അതായത് നോർമലായിട്ടുള്ള മിൽക്ക് തന്നെ ചേർക്കുന്നത്. പിന്നെ അത് തിളപ്പിച്ചാറിയ പാലൊന്നും വേണമെന്നില്ല, നോർമൽ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പറിൻ്റെ പൗഡറും സോൾട്ടും ചേർത്ത് നന്നായിട്ട് ഈ എഗ്ഗും മിൽക്കും ഒന്ന് വിസ്ക് ചെയ്ത് മാറ്റി വെക്കുക. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ തന്നെ റെഡിയായി കിട്ടും. അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അങ്ങനെ വലിയ ടാസ്ക്കുള്ള കാര്യമൊന്നും അല്ല ഇത്. അപ്പോൾ ദാ ഈ കാണുന്ന പോലെ എഗ്ഗ് ഒന്ന് നന്നായിട്ട് മിൽക്കും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേറൊരു സംഭവം കൂടെ റെഡിയാക്കാനുണ്ട്. ഈ ഒരു ഐറ്റത്തിന് ആദ്യം വേണ്ടത് ഒരു ബൗളിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങളൊരു പാത്രത്തിലേക്ക് കുറച്ച് വീറ്റ് ഫ്ലോർ എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുക മൈദയാണ് കേട്ടോ. കുറച്ചും കൂടെ ലെയറിങ് ചെയ്യുമ്പോൾ നല്ലത് മൈദയായിരിക്കും. മൈദ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതായത് ആ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുമ്പം ഒരു ചെറിയ മധുരവും ഉപ്പും ആ ഒരു കമ്പൈൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്കും ഒരു എഗ്ഗും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ വീറ്റ് ദോശയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ഫിക്സ് ചെയ്തേക്കുക. ലൈക്ക് ഒരു ദോശ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഒരു 2 സ്റ്റെപ്പ് മുകളിലോട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഒത്തിരി തിക്നെസ് വേണ്ട, ഏറ്റവും തിന്നായിട്ടുള്ള ലെയേഴ്സാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസാക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു തവയിൽ നിങ്ങൾക്കിത് കോരി ഒഴിച്ചിട്ട് സാധാരണ ഗോതമ്പ് ദോശ ചുടുന്ന പോലെ അങ്ങോട്ട് ചുട്ട് വെക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ ഈ പാലപ്പച്ചട്ടി എടുത്തതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്കിതിങ്ങനെ ചുറ്റി കറക്കി എടുക്കാമല്ലോ. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ലെയേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഞാനിവിടെ അതുകൊണ്ടാണ് ഈ പാലപ്പച്ചട്ടി എടുത്തത് കേട്ടോ. ആ കാണിച്ച പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ദോശ ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക്, അതായത് ഒരു ചട്ടി വെച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. നീളത്തിൽ കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് നമ്മളൊന്ന് മിനിമലാക്കി അരിഞ്ഞെടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കൈ വെച്ച് അരിയുവാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കൊത്തി അരിയാന്നൊക്കെ പറയില്ലേ, അത് കുറച്ചൊന്ന് വീതിക്ക് അരിഞ്ഞെടുക്കണം എന്നേ ഉള്ളൂ. നീളത്തിലോ ചരിച്ച് വട്ടത്തിലോ ഒന്നും തന്നെ അരിയല്ല, ഈ ഷേപ്പിൽ തന്നെ അരിയണം. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ. നമ്മൾ പറയത്തില്ല അരിയുന്നതിലും അരയ്ക്കുന്നതിലും ഒക്കെ തന്നെ നമ്മളൊരു കൂട്ടാൻ വെക്കുമ്പോൾ വ്യത്യാസം ഉണ്ടെന്ന്. അത് സത്യമാണ്. ഈ ഒരു ഷേപ്പിൽ തന്നെ അരിയണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് ചേർക്കാൻ പോകുന്ന മസാലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറി ലീഫ്, പിന്നെ ചേർക്കുന്നത് ഇടിച്ച മസാലയാണ് കേട്ടോ, മസാലക്കൂട്ട്.
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മസാല. കുറച്ച് മസാല ഉള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നും, പക്ഷേ നമുക്ക് വളരെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർത്താൽ മതി. ഹൈ ഫ്ലേവറിൽ മസാല നിൽക്കണ്ട, വളരെ എന്താ പറയുക, ഒരു സട്ടിലായിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടുന്ന പോലെ മതിയാവും. അപ്പോൾ ഞാനിവിടെ സവോളയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3-4 വലിയ കഷ്ണം വെളുത്തുള്ളി, ഒരു ഹാഫ് പോർഷൻ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത മല്ലിയിലയോ അതല്ലെങ്കിൽ മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് അതങ്ങ് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ലീവ്സ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന രീതിയിൽ വേണ്ട, നമ്മൾ കറിയിലൊക്കെ കറിവേപ്പില തണ്ട് ഇങ്ങനെ ഊരിയിടുമല്ലേ, അങ്ങനെ വേണ്ട, അരിഞ്ഞിട്ടാൽ മതി. ഇനി അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം വലിയ എരിവൊന്നും ഉണ്ടാവാൻ പാടില്ല. എരിവില്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. 2-3 പച്ചമുളക് വളരെ കട്ടി കുറച്ചൊക്കെ ഒന്ന് അരിഞ്ഞിടുക, ഒത്തിരി കട്ടിക്ക് വേണ്ട. അപ്പോൾ ആ രീതിയിലൊന്ന് ഇട്ടിട്ട് അതും ഒന്ന് സോട്ടാക്കി എടുക്കുന്നുണ്ട്. ഉള്ളി അങ്ങ് ഭയങ്കരമായിട്ട് വഴണ്ട് എടുക്കണ്ട, കുറച്ചൊരു ഉള്ളിയുടെ ഒരു ഇതിങ്ങനെ കിടക്കണം, ആ രീതിയിൽ വേണം ഈ മസാല സെറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചേർക്കുന്നത് പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു കഷ്ണം ഒരു പീസ് ഓഫ് ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ വളരെ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിങ് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ ഫില്ലിങ്ങിൻ്റെ എൻ്റയർ ടേസ്റ്റും ഇരിക്കുന്നത് ഈ ഒരു സംഭവം റെഡി ആക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കരിഞ്ഞൊന്നും പോവാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉള്ളി വേവിച്ച് അതിനകത്തൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ, ഞാനിങ്ങനെ പ്രമോഷൻ വർക്ക് ആണെങ്കിൽ പോലും ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് അങ്ങനെ ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ ഞാൻ ഏറ്റവും ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ യൂട്യൂബിൽ. അപ്പോൾ എനിക്കിത് ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആയതുകൊണ്ടാണ് വീട്ടിലെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു ഫുഡ് ട്രക്ക് കാണാൻ തുടങ്ങിക്കൂടെ, ഞങ്ങൾ മാത്രം ഈ രുചിയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുക, എത്രയോ പേർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എന്ന്. കാരണം അതുപോലെ നല്ല ഐറ്റം ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ അതെ 5 മിനിറ്റ് സോട്ട് ചെയ്ത് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇത് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇനി നമ്മുടെ ഇറച്ചി ചട്ടിപ്പോള ഉണ്ടാക്കാൻ വലിയ പരിപാടിയൊന്നുമില്ല. ഇതുപോലെ അടി കട്ടിയുള്ളൊരു തവ വല്ലോ വെക്കുക, അതല്ലെങ്കിൽ ഒരു അപ്പച്ചട്ടിയോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ പാത്രങ്ങളില്ലേ കുറച്ച് പരന്നത്, അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് തവയോ അല്ലെങ്കിൽ ഒരു കടായിയോ ഒക്കെ വെക്കാം. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് വേണം ഇങ്ങനെ ലെയറിങ് ചെയ്ത് നമ്മൾ ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് താഴെ തടവി കൊടുക്കുന്നുണ്ട്. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ ആ എഗ്ഗും അതുപോലെ തന്നെ നമ്മുടെ മിൽക്കും ഒക്കെ കൂടെ വിസ്ക് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ഒരു സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചിലർ അതായത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ദോശ ഈ മുട്ടയിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇടാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കീറിയൊക്കെ പോകും. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ബെറ്റർ. ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് തന്നെയാണ് വന്നത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പം വേറൊരാളുടെ റെസിപ്പിയിൽ നിന്ന് ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ലെയറിങ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ആദ്യം നമ്മൾ മുട്ടയുടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരു സ്പൂൺ. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ആ ഒരു കോട്ടിങ് ചെയ്യുക. വീണ്ടും നമ്മൾ ചുട്ട് വെച്ചേക്കുന്ന ഒരു ദോശ അങ്ങോട്ട് വെക്കുക, വീണ്ടും ലെയറിങ് ചെയ്യുക, ആ എഗ്ഗ് വിസ്ക് ചെയ്ത് ഒഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. നമുക്ക് എന്താ പറയുക, വലിയ കാണുമ്പം ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പം ഇത് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ കാണുന്നതല്ല. ഫൈനലി നമ്മൾ വരുന്ന സമയത്ത് ഈ എഗ്ഗ് വിസ്ക് ചെയ്തത് കുറച്ച് ബാലൻസ് ഉണ്ടാവും. അത് ഫസ്റ്റ് കോട്ടിംഗ് ഇല്ലേ, അതായത് നമ്മൾ തീരുമ്പോൾ ഉള്ള ലാസ്റ്റ് ഏറ്റവും മണ്ടയിൽ വരുന്ന ഫസ്റ്റ് കോട്ടിങ്ങിൻ്റെ മുകൾ വശത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിത് എത്ര ലെയറിങ് വേണമെങ്കിലും ചെയ്യാം, ഒരു 6 to 8, 9 ഒക്കെ ചെയ്യാം. പക്ഷേ അത് ഭയങ്കര ബൾക്കായി പോവും. ഞാനിവിടെ ഒരു 6 ലെയേഴ്സാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെ, അവസാനത്തെ കോട്ടിങ്ങും ചെയ്തു. അതിനുശേഷം ചിക്കൻ വെച്ചു. അതിനുശേഷം നമ്മുടെ മുട്ടയുടെ ബാലൻസ് ഉണ്ടായിരുന്നത് മണ്ടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം എന്നാൽ മാത്രമേ അത് ഒരുമിച്ചൊന്ന് സെറ്റ് ആവത്തുള്ളൂ. എഗ്ഗാണ് അതിനെ എല്ലാം കൂടെ ഒന്ന് പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വട്ടത്തിൽ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു 6 മിനിറ്റ് തികച്ച് വേണ്ട, ഒരു 5 minutes എനഫ്. ഒരു 5 minutes അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊരു നമ്മുടെ ആ താഴെ ഇരുന്ന കടായില്ലേ അതിലേക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടുക. അത്ര മാത്രമേ ഉള്ളൂ.
നമ്മുടെ ഐറ്റം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മുതലിൻ്റെ ടേസ്റ്റ് മനസ്സിലാവൂ. ഈ വീഡിയോയിൽ കാണുമ്പം ഒന്നും നമുക്ക് അത്ര കിട്ടണമെന്നില്ല. ഇതൊരു ഒന്നൊന്നര മുതലാട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ തന്നെ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കിട്ടിയൊരു റെസിപ്പിയാണിത് കേട്ടോ. എനിക്കങ്ങനെ മുസ്ലിം ഫ്രണ്ട്സൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം എനിക്ക് അവരുടെ ഡിഷസും വലുതായിട്ട് അറിയില്ല. പക്ഷേ അറിഞ്ഞു കേട്ടതും അങ്ങനെയായിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ഫസ്റ്റ് ട്രൈ തന്നെ എന്താ പറയുക, ബെറ്ററായി. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറച്ചി ചട്ടിപ്പോള. അമേസിങ് ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങളിത് എന്താ പറയുക, ഇതിൻ്റെ ഒരു പീസ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വയറ് നന്നായിട്ട് നിറയും. അത്രയും നല്ലതായിട്ട് സ്റ്റഫിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. പിന്നെ കഴിച്ച് കഴിയുമ്പോഴും ഒരു സട്ടിലൊരു മസാല ചിക്കൻ്റെയൊക്കെ എന്താ പറയുക, നമ്മളൊരു മിനി ഷവർമയൊക്കെ കഴിച്ച പോലെ തോന്നും. അടിപൊളിയാണ്. ഞാൻ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു റംദാൻ മാസത്തിൽ ഇത്രയും റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്നാലും ഓരോന്നായിട്ട് ഞാൻ ഇനിയും നാളെയും നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ.